എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ ആർക്കിടെക്ചർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള ഇത്രയും അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ 24 വരെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവയും ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നിവയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂലൈ 24 ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് വല്ല ഫീസും വല്ലതും അടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീസ് അടച്ച ശേഷം കോളേജിൽ അടക്കേണ്ട ഫീസും എടുത്തുകൊണ്ട് കോളേജിൽ അഡ്മിഷന് വേണ്ട ഡോക്യുമെൻസും എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ആർക്കിടെക്ചറിൻ്റെ അടുത്ത നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അടുത്ത അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷനും അതുപോലെ ഓപ്ഷൻ നിലവിൽ അലോട്ട്മെൻറ്റ് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടക്കാതെയൊക്കെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഓപ്ഷൻ നൽകുന്നതിനുള്ള സൗകര്യം ജൂലൈ 25 ആരംഭിക്കും. 25 ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസം ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഷെഡ്യൂൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിലവിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ജൂലൈ 27 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ജൂലൈ 20 മുതൽ 24 വരെയാണ് അഡ്മിഷൻ നേടാനായിട്ടുള്ള സൗകര്യമുള്ളത്. ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ ജൂലൈ 27 മുതലാണ് ആർക്കിടെക്ചറിൻ്റെ ഇതുള്ളത്. അതായത് ഓപ്ഷൻ കൺഫർമേഷൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ജൂലൈ 23 മുതൽ ജൂലൈ 30 വരെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അതുപോലെ ജൂലൈ 30 വരെ ഈ ഓപ്ഷൻ കൺഫർമേഷനും അതിനുശേഷം ഓഗസ്റ്റ് 3 ആണ് നിങ്ങളുടെ സെക്കൻഡ് ഫേസിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതായത് ഈ ഒരു ജൂലൈ 30 വരെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഈ ഒരു സെക്കൻഡ് ഫേസ് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ആ ഒരു പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 5 അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റാണ് വരുന്നത്. അതിനുശേഷം കോളേജ് ജോയിനിങ് ഈ ഒരു ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ്. പിന്നീട് ഇതിനു ശേഷമുള്ള തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 9 മുതലാണ് പുതുതായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അതുപോലെ ഓഗസ്റ്റ് 11 ഓപ്ഷൻ കൺഫർമേഷൻ അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ജൂലൈ 11 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതുപോലെ ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 12 തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. ഓഗസ്റ്റ് 13 ഈ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റ് വരുന്നത്. ഓഗസ്റ്റ് 14 മുതൽ 16 വരെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത്രയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിനോട് ഏകദേശം അനുബന്ധിച്ചായിരിക്കും എഞ്ചിനീയറിംഗിൻ്റെതും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ജൂലൈ 26 എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരാനുള്ള സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആ ഒരു ഘട്ടത്തിൽ തന്നെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ആർക്കിടെക്ചറിൻ്റേത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തിയ ശേഷം പിന്നീട് എഞ്ചിനീയറിംഗിൻ്റെയും ബാക്കി ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരുമിച്ചാണ് വരിക. അപ്പോൾ എങ്ങനെയായിരുന്നാലും വിദ്യാർത്ഥികൾക്ക് ജൂലൈ 24 ശേഷം ഏകദേശം ഒരു ജൂലൈ 26 വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ ഓപ്ഷൻസ് നൽകാനുള്ള ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിലവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നീ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് കിട്ടിയിട്ടുള്ള കോളേജ് കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ ആ ഒരു കോളേജ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അവിടെ കൺഫേം ആയിട്ടുണ്ടാവും. ഇനി ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ നഷ്ടമാവുന്നതായിരിക്കും. ഇനി അടുത്ത എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ്, ഫാർമസി കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സ് സെക്കൻഡ് അലോട്ട്മെന്റ് എന്നിവയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനനുസരിച്ചുള്ള ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയ ശേഷം കോളേജ് മാറുന്നതിനോ ഇനി അഡ്മിഷൻ നേടാത്തവർക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറുന്നതിനോ ഒക്കെ സാധിക്കുന്നതാണ്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ അലോട്ട്മെൻറ്റിനും ഓപ്ഷൻ കൺഫർമേഷൻ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ മാത്രമാണ് ഓരോ അലോട്ട്മെൻറ്റും നിങ്ങളെ പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളൊക്കെ പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടതായിട്ട് വരും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി ഈ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് അടക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കാരണം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതിനാൽ തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടതും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതുമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് എഞ്ചിനീയറിംഗിലെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നത്, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ 26 മുതലായിരിക്കും ഇതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുക. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ജൂലൈ 25 വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ce.kerala.gov.in/KIM2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ജൂലൈ 26 നിങ്ങൾക്ക് കാൻഡിൽ ലോഗിൻ എന്നുള്ള ലിങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതും നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാവുന്നതും അതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു പുതുതായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് ആർക്കിടെക്ചറിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിയും റിസർവേഷൻ കാറ്റഗറിയൊക്കെ ചോദിക്കും. അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 ആണോ ഫീസ് 500 രൂപയാണോ ഫീസ് എന്നത് കാണിക്കും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോകാവുന്നതും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയവർ, അഡ്മിഷൻ നേടാത്തവർ, അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്നിവർക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് കോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനും നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന കോളേജ് കോഴ്സുകളിൽ ഏതെങ്കിലും കോളേജ് കോഴ്സിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരോ കോളേജ് മാറാൻ ആഗ്രഹിക്കുന്നവരോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ പുതുതായിട്ട് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതും അതുപോലെ മുൻ അലോട്ട്മെൻറ്റ് കിട്ടുകയും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ട ഫീസ് അടക്കാതിരിക്കുകയും ചെയ്തത് കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് വേക്കൻസി നോക്കാതെ തന്നെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രമേ വെക്കാവൂ. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ വെച്ച് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് പറയും എനിക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് കിട്ടിയത്, താല്പര്യമില്ലാത്ത കോഴ്സാണ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻ വെക്കുക. താല്പര്യമില്ലാത്ത കോളേജ് കോഴ്സ് ഓപ്ഷനായിട്ട് വെക്കേണ്ടതില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ഓപ്ഷൻസ് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ എഞ്ചിനീയറിംഗിൻ്റെ ഇതിലുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഇതിൽ ഓപ്ഷൻ കൺഫർമേഷൻ സൗകര്യമാണുള്ളത്. അതുപോലെ തന്നെ ഫാർമസി കോളേജ് വരികയാണെങ്കിൽ ഫാർമസി കോളേജ് കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്താൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രമേ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവൂ. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതും പുതുതായിട്ട് വരുന്ന കോളേജോ അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ഏതെങ്കിലും കോളേജ് കോഴ്സുകളോ നിങ്ങൾക്ക് അപേക്ഷയിൽ ഓപ്ഷൻ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.